എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഉമ്മയും മകനാണോ ആങ്ങളെയും പെങ്ങളോ ആണോ. അവർക്ക് ഓരോ കണ്ണിൽ അതങ്ങനൊക്കെ തോന്നും. ഞാൻ കുറച്ച് ഐറ്റ് പോയിട്ടുള്ള ആളതല്ലേ, ഇപ്പോൾ സ്കെൽറ്റ് ആയതുകൊണ്ട് തോന്നായിരുന്നു. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻ? ഞങ്ങൾ രണ്ടാളും ഞങ്ങളും പെങ്ങളും അല്ല മുട്ടേ അല്ല നൗഫല് ജിയാസുമാണ് നിന്നെ എന്നെ പഠിച്ചത്. പക്ഷെ പരിചയപ്പെടുത്തിയത് പലർക്കും ഒരു വിചാരം ഉണ്ടാവും ഞാൻ താത്തയുടെ കൂടെ നടക്കുന്നതുകൊണ്ട് അതല്ല. പലരും പലയൊക്കെ കുളത്തിലാണ് കുട്ടികളെ. ഞാൻ പറഞ്ഞ മാതിരി ഞാനിപ്പോൾ എന്നെ പോലെ വേറുള്ള സ്വഭാവം പലർക്കും പല സ്വഭാവങ്ങളാണ്. പാട്ടാണ് മെയിൻ ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. എന്താണ് ഇതിൽ പോയിട്ടില്ലേ, ഈ പോസിൽ പോയിക്കുന്ന ഒരു സംശയം. എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാം. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ, അത് വേണ്ട, ഈ പാടിക്കോ ചൊല്ലക്കുയിലേ മുല്ലപ്പൂ. ഇവരെ ഈ കളി തമാശയെ മാത്രം അത് സ്റ്റോപ്പ് ആക്കും. ഞാൻ വേറെ പാട്ട് ഇഷ്ടമോതിയിടുവാൻ പെണ്ണെ മടിയെന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ. സൂപ്പർ സൂപ്പർ. ഹലോ, ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നു. ടെൻഷൻ ആണോ? ചെറുതായിട്ട്. എന്തിനാ ടെൻഷൻ? ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ഒരു ചെറിയ ടെൻഷൻ. എന്തിനാ ആക്ട് ചെയ്യുന്നത്? നേരത്തെ അവിടെ നിന്ന പോലെ കൂളായിട്ട് ഇത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഓക്കെ ഓക്കെ, താത്തേന്റെ അടുത്ത് ഇരിക്കുമ്പോ ഭയങ്കര സ്മാർട്ട് ആയിട്ട് ഇരിക്കണ്ടേ? അതെ അതെ പറഞ്ഞെടുക്ക്. അതെ, അതങ്ങനെയാണ്. പാവാണോ? അതെ, ഭയങ്കര പച്ചപ്പാവാണ്. അല്ല, അത് അത്ര പാവെന്ന് വെച്ചാൽ അങ്ങനെ പാവൊന്നുമല്ല. അങ്ങനെ പാവം നമ്മൾ കരുതണ്ട. എന്നാലും ആള് ഭയങ്കര നല്ലൊരു, എല്ലാത്തിനും നല്ലൊരു കഴിവുള്ള ഒരു പാട്ട് പാടാനോ എല്ലാത്തിനും ഒന്നൊരു കെയർ ചെയ്യാനൊക്കെ ഒരുപാട് എന്താ വെച്ചാൽ ഒരു പെങ്ങളുടെ സ്ഥാനത്ത് ഒരാങ്ങളുടെ സ്ഥാനത്ത് നിന്ന് കാണാനോ പിന്നെ ഭയങ്കര ഉപദേശിക്കാനോ ഒക്കെ ഒരു ആങ്ങള ഉണ്ടാവണം നല്ലൊരു കാര്യമില്ലേ. അതേപോലത്തെ ഒരു ആങ്ങളെയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഉമ്മയും മകനാണോ ആങ്ങളെയും പെങ്ങളോ ആണോ. അതിപ്പോ അവർക്ക് ഓരോ കണ്ണിൽ അതങ്ങനൊക്കെ തോന്നും. ഞാൻ കുറച്ച് ഐറ്റ് പോയിട്ടുള്ള ആളതല്ലേ, ഇപ്പോൾ സ്കെൽറ്റ് ആയതുകൊണ്ട് തോന്നായിരുന്നു. പക്ഷെ ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻ? ഞങ്ങൾ രണ്ടാളും ഞങ്ങളും പെങ്ങളും അല്ല മുട്ടേ അല്ല അല്ലേ അല്ലേ. അതെ അതെ അല്ല, ഒറിജിനൽ ഞങ്ങള് ഇൻസ്റ്റാഗ്രാം വഴി കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ എങ്ങനെ പരിചയപ്പെട്ടെ? പക്ഷെ ഞാൻ നേരിട്ടല്ല കോണ്ടാക്ട് ചെയ്ത്, നൗഫലായിട്ടല്ലേ. ഒരു പാട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അവര് പാട്ട് പാടണമെന്ന് എന്റെ കൂടെ പറഞ്ഞു. അപ്പൊ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം നമ്മുടെ ആ ഓറഞ്ച് എന്താ പേര് ചെയ്യാ, നൗഫൽ ജിയാസുമാണ് എന്നെ പഠിച്ചത്. പക്ഷെ പരിചയപ്പെടുത്തിയത്. പക്ഷെ ഇങ്ങനൊരു കാര്യം പിന്നെ എന്നോടൊപ്പം ചേരാനൊരാഗ്രഹമുണ്ട്. എന്നോടൊപ്പം ചേരാന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയൊരു യൂട്യൂബർ ഇതായതുകൊണ്ട് അപ്പോൾ ഒരു റിക്വസ്റ്റാന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് അല്ല, ഒരാഗ്രഹമുണ്ട് താനോട് സംസാരിക്കണമെന്ന്. എനിക്കിപ്പോൾ കിട്ടാതെ വരണം തൊണ്ടയിലെഴുത്. എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾക്ക് ഒരാഗ്രഹം എന്നോട് ഇൻ്റർവ്യൂ ചെയ്യാനൊരാഗ്രഹം, അതുപോലെ ഒരു കൗതുകം എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് വർഷമായിട്ട് ഒരു എന്താ പേര് മൊബൈൽ ഷോപ്പ് ജിയാസ്, ആ ഒരു വ്യക്തിയുണ്ട്, നമ്മളൊരു സുഹൃത്താണ്. മൊബൈൽ ഷോപ്പ് ഉണ്ട്. പിന്നെ അവന് പിന്നെ അതാണ് ചെയ്യും അവിടെ മൊബൈൽ ഷോപ്പിന് പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യും. അവൻ്റെ ഏട്ടൻ്റെ കടയാണ്. അപ്പോൾ ഞാൻ 3 വർഷത്തെ പരിചയം, 4 വർഷമൊക്കെ പരിചയമുള്ളതാണ്. അപ്പോൾ ആ ഒരു പരിചയത്തിലാണ് ഇവർ ഇൻസ്റ്റാഗ്രാം പേജ് ഞങ്ങളെ ഫ്രണ്ട്സായിട്ട് ചെയ്യുന്ന ഒരു ഫാൻസ് പേജ് ഉണ്ട്.
അപ്പം അതിൽ ഇവന് കോണ്ടാക്ട് ചെയ്ത് ആയി പറയുക എന്തോ ആണല്ലേ ഇങ്ങനെ അത് അങ്ങനെയാണ് എന്നിലേക്ക് എത്തിയത് പറഞ്ഞു വരികയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഞങ്ങള് എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു ഷമീറിനെ ഒരുപാട് ഇഷ്ടമായി. ഷാനു ഷമീറാണ്. അപ്പോൾ ഒരുപാട് ഇഷ്ടമായി. ഇവൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും എനിക്കൊരു ഞാൻ പാട്ട് പാടുന്ന ഒരാളാണ്, എനിക്ക് നിങ്ങളെ കൂടെ ഒരു പാട്ട് പാടാൻ ഞാൻ അവനോട് പറഞ്ഞു എനിക്കൊരു പാട്ട് പാടാൻ ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ. അപ്പോൾ അവരെല്ലാ സ്റ്റുഡിയോ സെറ്റാക്കിയിട്ട് ഊണിൻ്റെ ഉറക്കത്തിൽ കരുതാത്തൊരു പാട്ട് നമ്മൾ പാടി. പക്ഷേ ഞങ്ങൾ പാടിയത് പാട്ട് പഠിച്ചിട്ട് പോലും ഇല്ല. പെട്ടെന്നൊരു ദിവസം പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ്. അപ്പം ഞാൻ ആകെ പനിച്ച് ടയേർഡായൊരു സമയമാണ്, ടാബ്ലറ്റൊക്കെ കഴിച്ച് ഇരിക്കുന്ന ഒരു സമയം കേട്ടോ. എനിക്ക് അത്ര ഒരു വീഡിയോയിൽ കാണാമല്ലോ ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ, എനിക്ക് അത്ര കൂടുതൽ. എന്നാലും ഞാനത് ഉള്ളത് കൊണ്ട് ഞാൻ അവൻ്റെ അടുത്തിൽ എത്തി. സ്റ്റുഡിയോയിൽ പാട്ടും പാടി, എത്ര നാൾ ആദ്യം പാടി. പിന്നെ ഞാൻ കെട്ടിയ പെണ്ണിന് എത്ര ചന്തം കുറവാണ്, അല്ല അതല്ല മനസ്സിൻ്റെ മണിയറയല്ലേ, അതൊക്കെ പാടിയത്. ഓക്കെ. അപ്പോ എനിക്ക് തോന്നുന്നു കൊറേ ഇത്തയുടെ കൂടെ തന്നെ കൊറേ ഫാൻസ് ഒക്കെ ആയി ഷമീർ ഷാനുവിനും അല്ലെ പാട്ടൊക്കെ പാട്ട് ഫാൻസ് ഒന്നും ആയിട്ടില്ല. ഇന്നെ പോലെ അവന് ആഗ്രഹം ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ അനിയനല്ലേ, എനിക്ക് അനിയനും ജ്യേഷ്ഠനും ഒന്നുമില്ല, ഒറ്റ മോളുള്ളൂ. അതാണ് ഇങ്ങനെ കൊഞ്ചിച്ച് ലാളിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. എൻ്റെ ആഗ്രഹത്തിനൊക്കെ ശാഠ്യം പിടിച്ച എന്തും വാങ്ങിത്തരുന്നുള്ളൊരു ഇതായി. അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ. ഇപ്പൊ എന്താണ് ഇപ്പൊ ഇത്തയുടെ കൊളാപ്സും പ്രൊമോഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഷമീറാണോ? വരുന്ന ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ. എങ്ങനെ പ്രൊഫൈലൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടോ? പ്രൊഫൈൽ മാനേജ് ചെയ്യുന്നില്ല, അതൊക്കെ അവർ തന്നെയാണ് യൂട്യൂബും കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. കൊളാബ് എൻക്വയറീസ് മാത്രം അറ്റൻഡ് ചെയ്യാത്തുള്ളൂ. അത് വെല്ലുമ പറഞ്ഞു എന്നോട് അവൾക്കൊന്നും അറിയില്ല, അപ്പോൾ അവളുടെ കൂടെ നിൽക്കെന്ന് പറഞ്ഞപ്പോൾ ചെയ്തു. വെല്ലുമാക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഷമീർ ഉണ്ടോ കൂടെ അതാ ചോദിച്ചത് നമ്മൾ ഇന്റർവ്യൂക്ക് ചെയ്യാൻ. അവനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പേരക്കുട്ടിയുടെ സ്ഥാനത്താണ് കാണുന്നത്. നമ്മൾ രണ്ടാളും പേരക്കുട്ടിയായിട്ടാണ് കാര്യം വെല്ലുമ്മ കാണുന്നത്. വിളിച്ചിരുന്നു, സംസാരിക്കും. പക്ഷെ വല്യമ്മക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായിരിക്കണം. പക്ഷെ ഞാൻ എന്തെങ്കിലും പിന്നെ ദേഷ്യപ്പെടുക ദേഷ്യപ്പെടല്ല, അവൻ്റെ കാര്യം അങ്ങനെ പറയുമ്പോൾ ഓനെന്താ വെച്ചിട്ട് ഞാൻ വലിയ ആളാവണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹമുള്ളൂ കേട്ടോ അവർക്ക്. പക്ഷെ അവൻ്റേത് എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. എന്ന് വെച്ചാൽ അവന് അങ്ങനെ ഒരു രീതിയിലാണ് എല്ലാ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തിത്തരാനും ഓന് കഴിയും. അതാണ് എൻ്റെ ഒരു അവനും എന്നെ പോലെ സപ്പോർട്ട് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. നമുക്ക് ഇപ്പം ഷമീറിനോട് കുറച്ച് ചോദിക്കാം. ഷമീറിന്റെ ഇപ്പം പാട്ട് പാടി ഇങ്ങനെ സ്റ്റുഡിയോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള പരിപാടീസാണോ? അല്ല, എനിക്ക് സത്യത്തിൽ സ്റ്റുഡിയോ ഒന്നും അല്ല. ഇപ്പൊ ഒരു ആഗ്രഹം പറഞ്ഞു, അപ്പൊ ജസ്റ്റ് അത് ചെയ്തു കൊടുക്കാലോ എന്നൊരു സ്റ്റുഡിയോ റെന്റിനെടുത്ത് ചെയ്തു. ഓക്കെ. പാട്ടാണ് മെയിൻ ആയിട്ട്? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. എന്താണ് ഇതിൽ പോയിട്ടില്ലേ, ബിഗ് ബോസിൽ പോയിക്കുന്ന ഒരു സംശയമുണ്ട്. ബിഗ് ബോസിലോ? മലയാളത്തിൽ എന്തായാലും അപ്പൊ എന്തായാലും ഫോട്ടോ കണ്ട് ബിഗ് ബോസിന്റെ എല്ലാവരും ട്രോൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒരു വീഡിയോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അവന് അങ്ങനെ ഒരു വ്യക്തിയിൽ സ്റ്റേജിൽ എത്തിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. അല്ല, ആൽബ പാട്ടിൽ പിടിച്ചാലും കുഴപ്പമില്ല, അവനിക്ക് നല്ല റീച്ച് ഉള്ളത് തന്നെ കിട്ടണം. അതാണ് ഇത്താൻ്റെ ആഗ്രഹം, ഒരു ഏട്ടത്തിൻ്റെ ഒരു നിലക്കുള്ള ആഗ്രഹം. പക്ഷെ എന്നെ സ്നേഹിക്കുന്നവരും എന്നെ പോലെ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ഇപ്പം ചില കമന്റ്സ് ഒക്കെ കണ്ടു, ഇപ്പം ഇത്തയുടെ കൂടെ നടന്ന പ്രൊമോഷൻസ് ഒക്കെ അതൊക്കെ തെറ്റിദ്ധാരണ പുറത്തുണ്ടാവുന്നതാണ്. എനിക്ക് താത്ത കിട്ടുന്ന ഒരു ക്യാഷ് പോലും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, എടുക്കാൻ താല്പര്യം. പക്ഷെ എനിക്ക് അവർക്ക് കിട്ടണ ഒക്കെ എനിക്കത് തരിക. പക്ഷെ ഒറ്റ ചില്ലി കാശ് പോലും അവനെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇന്ന വലിയ നിലയിലെത്തണം, ഞാൻ ഇപ്പോൾ ഈ നിലയിലെത്തിയാലും പോലെ ഹൈക്കുന്നെ പൊന്തിക്കണം എന്നുള്ള ഒരു നിലയിൽ നടക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് പാവമാണ്. പക്ഷെ എല്ലാവരും സഹായിക്കും, പക്ഷെ അതിനൊന്നും കിട്ടണമില്ല. ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ച് ക്യാഷോ പ്രശസ്തിയോ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് അവരുടെ ഉമ്മ പറഞ്ഞപ്പോൾ ജസ്റ്റ് അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ട മറ്റേ
പ്രൊമോഷൻസും കാര്യങ്ങളും പേയ്മെന്റ് ആയിട്ട് ചെയ്യാന്ന് കരുതിയിട്ട് അങ്ങനെ ജസ്റ്റ് കൂടെ നിൽക്കുന്നുള്ളൂ. അപ്പൊ ഈ പറയുന്ന കമന്റ്സ് ഒക്കെ വെറും അതൊക്കെ തെറ്റിദ്ധാരണയുടെ പുറത്താണ്. ആൾക്കാരുടെ ബോധം ഇപ്പൊ എനിക്ക് യൂട്യൂബ് വഴിയൊക്കെ ഒരുപാട് ഏണിങ്സ് വരുന്നുണ്ട്, അങ്ങനത്തെ പല തെറ്റിദ്ധാരണയുണ്ട്. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. എനിക്കൊന്നും ഇല്ല, ഒന്നുമില്ല, ഒന്നും കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഒരു മോണിസേഷൻ പോലും ഓൺ ആയിട്ടില്ല. പിന്നെ എങ്ങനെയാ അവർ തട്ടിയെടുക്കുന്നത്? അതൊക്കെ അവര് തെറ്റിദ്ധാരണ. പല കമന്റുകളും നമ്മൾ കണ്ടില്ല നടിക്കുന്നല്ലാതെ കമന്റുകൾ വേണം, പക്ഷെ എന്നെങ്കിലും നമുക്ക് ഉയർത്തിലെത്താൻ പറ്റുള്ളൂ. കമന്റ് ഇല്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. ചിലവർ പറയും എനിക്ക് കമന്റ് ഒന്നും ഇടുന്നില്ല വീഡിയോസിൽ. അപ്പോൾ എന്താ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാത്തതെന്ന്? അഭിപ്രായങ്ങളൊക്കെ വേണം, എന്നെങ്കിലുള്ളൂ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ ഇത്തയുടെ കൂടെ നടന്ന കൂടുതലും വീഡിയോസിനൊക്കെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഐഡിയാസ് കൊടുക്കുന്നത് ഷമീറാണോ? അല്ല, ഒരിക്കലുമല്ല. ഇത്തയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോരോ വീഡിയോസും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇന്നിപ്പോ ഇന്റർവ്യൂയുടെ കാര്യം രാവിലെ പറഞ്ഞ് വിളിച്ചിരുന്നല്ലോ. ആ സമയത്ത് എന്നോട് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞ ആളാണത്. അപ്പൊ എപ്പോഴും വേണമെങ്കിലും ചിലപ്പോ കുറ്റപ്പെടുത്തില്ല, സത്യം അറിയണ്ടേ. അതായത് അതുകൊണ്ട് ഞാനൊന്നും മോട്ടിവേഷൻ ചെയ്തതല്ല, പുള്ളിക്കാരി അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവൻ പറഞ്ഞത് എന്തും ഞാൻ അനുസരിക്കും. പക്ഷേ അല്ല, ഞാൻ പറഞ്ഞാൽ പോലും കേൾക്കൂല. പല വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യൂല. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ചെയ്യുന്ന ഒരു ആളാണ്. അല്ല, എതിരായിട്ടല്ല. അല്ല, ഒരുപാട് പേര് തെറ്റിദ്ധാരണ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടാണ് പല വീഡിയോസും ചെയ്യുന്നത്. ഇവനെ പിന്നെ വസലാക്കുകയാണെന്ന് പോലും പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് നേരെ പോകുന്നേരാ. ഞാൻ എന്താ വെച്ചിട്ട് ഒരാൾ പറഞ്ഞ് ഞാൻ കേൾക്കില്ല. എനിക്ക് എൻ്റെ വെല്ലുമ പറഞ്ഞ പോലും ഞാൻ കേൾക്കില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ളത് കാര്യങ്ങൾ ചെയ്യണം. അത് ശരിയാണോ തെറ്റാണോ ഞാൻ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഇരിക്കുന്നത് പറഞ്ഞു പോയി. അങ്ങനെ ഇപ്പൊ കുറെ കമന്റ്സ് വരുന്നുണ്ട്. ഇപ്പം ഷമീറാണ് വഷളാക്കുന്നത്, ഷമീറാണ് ഐഡിയാസ് കൊടുക്കുന്നത്. ഒരിക്കലുമല്ല. ഇത്തയുടെ ഇഷ്ടത്തിനാണ്. ഇൻസ്റ്റാഗ്രാം അല്ല ഇത്ത സ്വന്തമായിട്ട് മാനേജ് ചെയ്യുന്നത്. ഇൻസ്റ്റാ യൂട്യൂബ് അല്ല ഇത്ത തന്നെയാണ് അതിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എൻക്വയറീസ് വന്നാൽ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് കൊടുക്കും. ആവശ്യമുള്ള പേയ്മെന്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് സംസാരിച്ചു അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വരുന്ന ക്യാഷ് ഞാൻ അടിച്ചു മാറ്റാനോ അങ്ങനെയൊന്നും താല്പര്യമില്ല. ഇതുവരെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഇങ്ങനെ കണ്ടന്റ് ഐഡിയാസ് ഒക്കെ കൊടുക്കാറുണ്ടോ? ഇല്ല, ഒന്നും കൊടുക്കാറില്ല. ആകെ പ്രൊമോഷൻസ് മാത്രം. അതെ, എന്തെങ്കിലും എൻക്വയറീസ് വന്നു കഴിഞ്ഞാൽ ചാറ്റിംഗ് ഒന്നും അധികം നോക്കാത്ത ആളാ. അപ്പൊ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെക്ക് ചെയ്യുന്ന അറിയില്ല. അപ്പൊ അതൊക്കെ അതെ അതെ. അപ്പൊ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ എനിക്ക് ഇവരൊക്കെ വേണം കൂടെ. അതാണ് എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ ഈ കമന്റ് ഒക്കെ ഇടയ്ക്ക് ഞാൻ നോക്കും, ഇടയ്ക്ക് നോക്കില്ല. എനിക്ക് സമയം കിട്ടുന്നില്ല, ഓട്ടം തന്നെയല്ലേ. പാട്ടൊക്കെ പാടാറൊക്കെ ഉണ്ട്. പക്ഷേ അത് അവർക്ക് താല്പര്യം ഉണ്ടോന്നും കൂടെ ചോദിക്കണ്ടേ? താല്പര്യമില്ല. അവന് എന്നെ പോലെ അവന് നല്ല നിലയിൽ എത്തണം. അതാണ് നിങ്ങൾ എന്നെ വിളിക്കണ പോലെ അവനെയും ഇന്റർവ്യൂക്കും പാട്ട് പാടാനൊക്കെ വിളിക്കണം. ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ല, എന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ കണ്ടില്ലപ്പോ എതിര് പറയുന്നേ. അല്ല, പലർക്കും ഒരു വിചാരം ഉണ്ടാവും ഞാൻ താത്തയുടെ കൂടെ നടക്കുന്നോണ്ട്. അതല്ല, പലരും പല കുളത്തിലാണ് കുട്ടികളെ. ഞാൻ പറഞ്ഞ മാതിരി ഞാനിപ്പോ എന്നെ പോലെ പോലും വേറുള്ള സ്വഭാവം, പലർക്കും പല സ്വഭാവങ്ങളാണ്, പല ഉദ്ദേശങ്ങളുമാണ്. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഓരോരുത്തരാണ്. ചിലപ്പോൾ ചതിക്കാൻ നോക്കണം, ചതിക്കുന്നവരും ഉണ്ടാവും. അതിന് നമുക്ക് കാര്യമാക്കണ്ട. നമുക്ക് നമ്മളെ ലൈഫും ഫ്യൂച്ചറും നോക്കിയാൽ മാത്രം മതി. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണം എനിക്കിഷ്ടമല്ല, കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു. എനിക്കൊരു പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്ത്. നമ്മൾ കോമാളി വേഷം കെട്ടിയിട്ട് ആടാനൊന്നുമില്ല. ചിലവരങ്ങനെ ഉണ്ട്. എന്തൊക്കെയും കാട്ടിക്കൂട്ടി പൈസ ഉണ്ടാക്കിയാൽ പോരാ. ഇതിനൊക്കെ ഒരു ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. പഠിച്ചവനെ പേടിക്കണം. ദുനിയാവ് ജീവിച്ചാൽ പോരല്ല. എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാം. നമ്മൾ ഈ ഒരു പാട്ടോട് കൂടെ കുടിക്കൂ. അപ്പൊ പാട്ടോട് കൂടി നമ്മൾ വൈൻഡപ്പിലേക്ക് പോവാണ്. അതിന് മുന്നേ ഒരുപാട് സന്തോഷം. നമ്മൾ വിളിച്ചപ്പോ ഇന്റർവ്യൂവിന് വന്നു. കാരണം ഇത്ര ഫുൾ തിരക്കാണ്, താത്തേനെ കിട്ടാനില്ല. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഡേറ്റ് ഒപ്പിച്ചത്. ഇപ്പോഴും ബിസിയാണ്. പെട്ടെന്ന് ഞാൻ അറിയില്ലല്ലോ, ഇവർക്ക് എൻക്വയറി പോകേണ്ടത് കൊണ്ട് എനിക്കറിയില്ല. ചിലപ്പോ ഞാനാണെങ്കിൽ ചിലപ്പോ എന്റെ ഫോണ് സൈലന്റിലേക്കാരും.
അങ്ങനെയൊക്കെ ഞാൻ പിന്നെ ഞാൻ ഡെയിലി പോകണം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീട്ടിലൊരു പ്രൈവസി ഇല്ല. എന്ന് വെച്ചാൽ അടുത്തടുത്തൊക്കെ വീടായതുകൊണ്ട് പരപ്പണിയൊക്കെ നടക്കുന്നുണ്ടായി. അപ്പോൾ വീഡിയോ അവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല, പാചകം ചെയ്യാനും പറ്റത്തില്ല. ഞങ്ങൾ തറവാട്ടിൽ 2ാം നില പടിയാണ്. അപ്പോൾ അവിടുത്തെ സൗണ്ടൊക്കെ യൂട്യൂബ് സൗണ്ട് കാര്യങ്ങളൊന്നും പറ്റില്ല. അത് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുറേ ഓപ്പൺ ആവാൻ പ്രയാസമാണ്. അപ്പം നമ്മൾ ഈ രീതിക്ക് പോകണമെന്ന് വെച്ചാൽ നമ്മളിത് ആഗ്രഹിക്കും ഇത്രയും നല്ല നിലയിലെത്തുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ വൈറലായത് പോലും നമ്മൾ അറിഞ്ഞില്ല. ഞാൻ അന്ന് ഓണം ഉണ്ടായിരുന്നല്ലോ, ഓണത്തിന് കുറേ പൂക്കളൊക്കെ ശേഖരിച്ച് അവിടെയൊക്കെ വീഡിയോ എടുക്കാനൊക്കെ പോയിരുന്നു. മല്ലികക്ക് വിത്ത് വാങ്ങിച്ച് അപ്പോൾ ടേബിളുമൊക്കെ നിരത്തി വെച്ച് അതൊക്കെ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇട്ടിരുന്നു. അതായത് വൈറലായത് ആള് ഏറ്റവും ലാസ്റ്റ് അറിഞ്ഞിട്ടില്ല. അവരെ സെലി വിളിച്ച് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞങ്ങളാ പിന്നെ ഇന്റർവ്യൂ വീഡിയോയിൽ എങ്ങനെയുണ്ട് ആളെ അന്തപൊട്ടൊരു രീതിയിലുള്ള വലിയമൊക്കെ ഇപ്പൊ ഞാനിരിക്കുന്ന പോലെ. ഓ സീരിയസ്ലി എന്തായാലും പാട് നമ്മള് ഒരു പാട്ടുകാരനെ മുന്നിൽ കിട്ടിയിട്ട്. അല്ല അത്ര വലിയ പാട്ടുകാരനൊന്നുമില്ല, അതാദ്യം പറയാം. ഒരുപാട് പേര് പാടൊക്കെ ചെയ്തിട്ടാ ചുമ്മാ പറയാ. പഠിക്കോ കണ്ടിന്യൂ, ഞാൻ കൂടെ പിടിക്കാം. നീയാണോ അങ്ങനെ പാട്ടൊന്നും അറിയൂല. നീ പാടിക്കോ, എനിക്ക് നല്ല പാട്ടറിയും. ഞാനത് പറയണു. അതെ പാട് പാട്. എനിക്കിപ്പോ പാട്ട് നമ്മള് പാടുവിടുമല്ലോ. പാട്ട് ഷമീർ പാട്. ഏത് പാട്ടോ? നിന്റെ പാട്ട് പാട്. നീ നല്ല പാട്ട് പാട്. എനിക്കല്ല പാടത്, നീയാണ് റീഷ പാടത്. നോക്കൂ ഞങ്ങളുടെ പാട്ട് പാടിയ ആൾക്കാരൊക്കെ ഇപ്പൊ ദുബായിലൊക്കെ പറന്ന് നടക്കാണ്. പാട്. എല്ലാവരും പാട്ട് പാടിക്കണം. ഞാൻ കേട്ടിരിക്കാം. ഞാൻ കൈയടിക്കാം. കുട്ടി പാട് പ്ലീസ്. ഇത്താക്ക് വേണ്ടിട്ട് 2 വരി. അന്ന് അറിയുന്ന പാടിയാ മതി. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ അത് വേണ്ട. നീ പാടിക്കോ. ഞാൻ പാടല്ലേ, നീ പാടിക്കോ. കള്ളിപ്പെണ്ണേ ചെല്ലക്കുയിലേ മുല്ലപ്പൂവിൻ ചേലുള്ളോളെ പ്യാരേ മേരേ ദിൽ കി റാണി തൂ ഹേ പാണി നീ എന്റെ ഇടനെഞ്ചിൽ സുൽത്താനല്ലേ എന്നോട് എനിക്കൊന്നും മുഹബത്തല്ലേ വിരിയുന്ന താഴ്വാരത്തിൽ. ചെല്ലക്കുയിലേ മുല്ലപ്പൂ. ഇവരെ ഈ കളി തമാശയെ മാത്രം. അത് സ്റ്റോപ്പ് ആക്കും. ഞാൻ വേറെ പാട്ട്. ഇഷ്ടമോതിയിടുവാൻ പെണ്ണെ മടിയെന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മെഹറ ഞാൻ വന്നിടാം നീ എൻ്റെതാകുമോ, സ്നേഹക്കടലായി നീ എൻ്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എൻ്റെ പെണ്ണായി നീ വന്നിടും. നിങ്ങളെ മുന്നിലൊക്കെ വരും ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ, അതുകൊണ്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഓനങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരും. പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട്. അതെ എല്ലാരും ഒന്ന് ക്ഷണിക്കണം. ഈ പാട്ടൊക്കെ പാടിയിടും. ആളാനൊക്കെ നല്ല പക്വതൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട്. എന്താ പറയാ പക്ഷെ അതിന് എന്താ വെച്ചാ മടിയാണ്. പക്ഷെ നമ്മളെല്ലാരും മുന്നിൽ വെച്ച് പാടുമ്പോൾ അതൊരു മടിയായിരിക്കും. അതേപോലെയാണ് ഞാനെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ആദ്യം എനിക്ക് മടിയൊന്നുമില്ല. ആരോട് സംസാരിക്കാനുള്ള ഇരിക്കുന്നതുണ്ട്. പക്ഷേ മടിയും കർശനവും എനിക്ക് ഒരുമാതിരി കളിയാക്കണ സ്വഭാവം എപ്പോഴാണ് എതിർക്കും. പക്ഷെ എന്നാൽ തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കും. അതാണ് എൻ്റെ ഇതിപ്പോൾ രീതി. മറ്റേത് അതൊന്നും നല്ല പാവമായിരുന്നു, ഇപ്പോൾ പാവമല്ല. അപ്പോൾ നമ്മളെ കളിയാക്കുന്ന രീതിയിലാവുമ്പോൾ എനിക്ക് ദേഷ്യം വരും, പെട്ടെന്ന് ദേഷ്യം വരും. ഭയങ്കര ദേഷ്യം വരുന്ന പറഞ്ഞാല് അതാണ്. ആ 5 മിനിറ്റ് കൊണ്ട് പിന്നെ ഞാനിത് എന്തിനാ ചെയ്തത്, എന്തിനാ ഒരു കുറ്റബോധം വരും. അതിൻ്റെ ഭർത്താവ് അങ്ങനെ തന്നെ, ഇതേ രീതി തന്നെയാണ്. ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പം എന്തൊക്കെ പറഞ്ഞു പിന്നെ വിളിച്ച ആള് ഭയങ്കര സോഫ്റ്റാണ്.
ആ ഇതൊക്കെ പറഞ്ഞത് എന്തിനാ അങ്ങനെ പറഞ്ഞത് ചോദിച്ചിട്ടാ. എന്നിട്ട് നമ്മളിപ്പോൾ വിളിച്ചാൽ നമ്മൾ ദേഷ്യപ്പെടല്ല. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാണ് എന്നെ വഴക്ക് പറയുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനിയും അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവാ. വലിയ വലിയ സെലിബ്രിറ്റി ആയിട്ട്. ഓക്കെ ആമി ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ പറയുന്ന ഒരു ഇതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ പ്രേക്ഷകർക്ക് പറയാനുള്ളത് നമ്മളെ എല്ലാ പ്രോഗ്രാമും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.